കൗരവരെയും പാണ്ഡവരെയും അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുവാൻ ഭീഷ്മർ കൃപരെ ഗുരുവായി നിയമിച്ചു. കൃപാചാര്യരുടെ ശിക്ഷണം മാത്രം കുട്ടികൾക്ക് ലഭിച്ചാൽ പോരാ എന്നുറച്ച ഭീഷ്മർ കൂടുതൽ യോഗ്യതയുള്ള ഒരാളെ കൂടി കുട്ടികളുടെ ഗുരുവായി നിയമിക്കണമെന്ന് കരുതി അതിനു പറ്റിയ ആളെ അന്വേഷിക്കുവാൻ ശ്രമം ആരംഭിച്ചു. ഒരിക്കൽ കൗരവരും പാണ്ഡവരും കുട്ടിയും കോലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തിയിലടിച്ച കുട്ടി എങ്ങനെയോ കിണറ്റിൽ ചെന്ന് വീണു. കിണറ്റിൽ വീണ കുട്ടിയെടുക്കാൻ വഴി കാണാതെ കുമാരന്മാർ കിണറ്റിൻകരയിൽ അന്തം വിട്ടു നിൽക്കെ ഒരു ബ്രാഹ്മണൻ ആ വഴി വന്നു. കുമാരന്മാരിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ ബ്രാഹ്മണൻ ഒന്നിനു പിറകെ ഒന്നായി നിരവധി അമ്പുകൾ കിണറ്റിലേക്ക് എയ്ത് കുട്ടി പുറത്തെടുത്തു കൊടുത്തു. ബ്രാഹ്മണന്റെ അസ്ത്രപ്രയോഗ സാമർഥ്യത്തെക്കുറിച്ച് കുട്ടികൾ പറയുന്നത് ഭീഷ്മർ കേൾക്കാനിടയായി. അസ്ത്രപ്രയോഗത്തിൽ അതിനിപുണനായ ദ്രോണർ തന്നെയായിരിക്കും ആ ബ്രാഹ്മണനെന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ ആളയച്ച് ആ ബ്രാഹ്മണനെ കൊട്ടാരത്തിലേക്ക് വരുത്തി. ഭീഷ്മരുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ആ ബ്രാഹ്മണൻ ദ്രോണൻ തന്നെയായിരുന്നു. താൻ അന്വേഷിച്ചു നടന്ന ആളെ കണ്ടെത്തിയെന്ന സന്തോഷത്തോടെ ഭീഷ്മർ കുട്ടികളെ ആയുധവിദ്യയിലെ ഉപരിപാഠങ്ങൾ അഭ്യസിപ്പിക്കുന്നതിന് ദ്രോണരെ ഗുരുവായി നിയമിച്ചു. ദ്രോണർക്ക് താമസിക്കുവാൻ നല്ലൊരു വീടും ധാരാളം ധനവും കൊട്ടാരത്തിൽ നിന്ന് നൽകുകയുണ്ടായി. അസ്ത്രാഭ്യാസ പരിശീലനം തുടങ്ങുന്നതിന് മുമ്പായി ദ്രോണർ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ആയുധാഭ്യാസം പൂർത്തിയാവുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഗുരു ആവശ്യപ്പെടാൻ പോകുന്ന കാര്യമറിയാതെ എങ്ങനെ വാക്കു നൽകുമെന്ന് ഏവരും ആലോചിച്ചു നിൽക്കെ അർജുനൻ പറഞ്ഞു, ഗുരു, അങ്ങ് എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അത് ഞാൻ സന്തോഷത്തോടെ നിർവഹിക്കും. അർജുനന്റെ ഈ വാക്കുകൾ ദ്രോണാചാര്യർക്ക് അവനെ പ്രിയങ്കരനാക്കി തീർത്തു. കൗരവകുമാരന്മാരും പാണ്ഡവകുമാരന്മാരും അസ്ത്രാഭ്യാസം ആരംഭിച്ചു. കൂട്ടത്തിൽ മിടുക്കൻ അർജുനൻ തന്നെയായിരുന്നു. ഇരുട്ടത്ത് പോലും അതിവിദഗ്ധമായി അമ്പെയ്ത് ലക്ഷ്യസ്ഥാനം കണ്ടിരുന്നു അർജുനൻ. അർജുനന്റെ അസ്ത്രാഭ്യാസ പാടവം കണ്ടു സന്തോഷിച്ച ദ്രോണർ അവന് തുല്യനായി മറ്റൊരു വില്ലാളി ഉണ്ടാകില്ലെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു.